UDF 100 കടന്നാൽ കേരളത്തിൽ വൻ അപകടത്തിലേക്കാകും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഒരു മലയാളിയും ഇത് പൂർണ്ണമായി കേൾക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കേരള നാട്ടിൽ താമസിക്കുന്ന, കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളും ഇത് കേൾക്കാതിരിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. ചാനലിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, വീഡിയോകൾ കണ്ടതിന് ശേഷം നമ്മുടെ സിൻസിയർ ടീം, നിങ്ങളുടെ ജെനുവിൻ ടീം നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിൽ നിങ്ങൾക്കൊരു ജോയിൻ എന്ന് പറയുന്ന ബട്ടണുണ്ട്. അവിടെ മാസം 179 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മുകളിലേക്ക് ലെവൽ 2-ൽ 359 രൂപയാണ്, ലെവൽ 3-ൽ 700-ലധികം രൂപയാണ്. നിങ്ങൾക്ക് കഴിയാവുന്ന എമൗണ്ടുകൾ അടച്ച് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില വീഡിയോകൾ നേരത്തെ കാണാൻ കഴിയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ ബെനിഫിറ്റ് ഒന്നുമല്ല എന്നുള്ളത് ഞാൻ തുറന്നു തന്നെ പറയട്ടെ. പക്ഷേ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യം തോന്നിയാൽ മാത്രം അത് ചെയ്താൽ മതി. സത്യസന്ധമായ വീഡിയോകളും വസ്തുതകളും നിങ്ങളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം. രണ്ടാമത്തെ കാര്യം, ഇതല്ല നിങ്ങൾക്കിത് മന്ത്ലി ഉള്ളൊരു സ്കീമാണ്, റിക്കറിംഗ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് വൺ ടൈമായി ഒരൊറ്റ തവണയായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞു നോക്കട്ടെ. നിർബന്ധമൊന്നുമില്ല, കഴിയാവുന്നവർ ചെയ്താൽ മതി. ചെയ്താൽ വലിയ സന്തോഷം. നിരവധി ആളുകൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ചെയ്യാത്തവർ, വീഡിയോ കാണുന്നവർക്കും ഒരേപോലെ തന്നെ നന്ദി അറിയിക്കുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. നിങ്ങൾ മുഴുവനായി കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വന്നാൽ, UDF 100 കടന്നാൽ കേരളം വൻ അപകടത്തിലാകുമെന്നാണ്. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയണ്ടേ? കാരണം കേരളത്തിൽ UDF ഇത്തവണ പ്രചരണം നടത്തിയത് ഒരു രാഷ്ട്രീയമായ പ്രചരണങ്ങളല്ല. പകരം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ BJPയും CPMും തമ്മിൽ ഒരു ഡീലുണ്ട് എന്ന് പറയുന്ന ഒരു ഡീൽ ആരോപണം, ഇല്ലാത്ത ഡീലിൻ്റെ ആരോപണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ മുന്നോട്ട് വെക്കുകയും ആ മുന്നോട്ട് വെച്ചിട്ടുള്ള ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരു വർഗീയ ധ്രുവീകരണങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. വർഗീയ ധ്രുവീകരണമെന്നോ വേണമെങ്കിൽ അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ നമുക്ക് ഓമന പേരിട്ട് എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ യഥാർത്ഥത്തിലുള്ള കാര്യം, മുസ്ലിം മൈനോറിറ്റി കൺസോളിഡേഷൻ തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു പരിശ്രമമാണ് നടത്തിയത്. ഇതല്ലെങ്കിൽ പോലും കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് മതവും മതവിശ്വാസങ്ങളും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും അടക്കമുള്ള പല എന്തിനേയും ജാതീയമായും മതപരമായും ഒക്കെ കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഗവൺമെൻറ്റിൽ നിന്ന് വരൂ, നമുക്ക് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, നമുക്ക് നാളെയുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം, ഇനി വരാൻ പോകുന്ന കേരള വിഷനുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം, ഇരുണ്ട കാലത്തെക്കുറിച്ച് നിങ്ങളുടെ ഭരണവും ഞങ്ങളുടെ ഭരണവും തമ്മിൽ കമ്പയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടും അതൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ UDF യഥാർത്ഥത്തിൽ വളരെ തന്ത്രപരമായ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലക്ക് നല്ലതാണ്, പക്ഷെ അത് കേരളത്തെ നശിപ്പിക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ്. ആ സ്ട്രാറ്റജി എന്തായിരുന്നു എന്ന് വെച്ചാൽ, 2019-ലും 2024 ലോക്സഭയിൽ പ്രത്യേകിച്ചും ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദിക്കെതിരെ ആയതുകൊണ്ട് അവിടെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള മുസ്ലിം മൈനോറിറ്റികളെല്ലാം തന്നെ, പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റികളെല്ലാം തന്നെ കൺസോളിഡേറ്റഡ് ആയി, ഏതാണ്ട് തൃശ്ശൂരൊക്കെ കുറച്ച് മേഖലകളിൽ ഒഴിച്ചു വെച്ചാൽ ബാക്കിയുള്ള മേഖലകളിലൊക്കെ തന്നെ കൺസോളിഡേറ്റഡ് ആയി കൃത്യമായി നിങ്ങൾ അറിയേണ്ടത് കോൺഗ്രസിന് വോട്ട് ചെയ്തുവെന്നും അങ്ങനെ കോൺഗ്രസിനും UDFനും ഒക്കെ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 100 സീറ്റുകളും 110 സീറ്റുകളിലേക്ക് എത്താൻ കഴിയുമെന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ 111ഓളം സീറ്റുകളിൽ ഇവർക്ക് പ്രാമുഖ്യമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. ആ തന്ത്രത്തിൻ്റെ ബലത്തിലാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ തന്നെ 100-ലധികം സീറ്റുകൾ നേടി ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം ഈ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി സംഭവിച്ചാൽ പിന്നീട് എന്തായിരിക്കും കേരളം കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയും SDPIയെയും അതുപോലെ തന്നെ കോൺഗ്രസ് കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു അജണ്ടകളിലേക്ക് അവർ പതുക്കെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം നീങ്ങുകയും, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കേരളം ഇന്നുവരെ കാണാത്ത രീതിയിൽ കോൺഗ്രസിൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള VD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി മാത്രം, അല്ലാതെ അദ്ദേഹം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗീയത മനസ്സിലുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി മാത്രം അദ്ദേഹം യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുന്നൊരു കാര്യം പറഞ്ഞു. അത് കേട്ട് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും ഞെട്ടിപ്പോയി. കാരണം അവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല,
അവരൊക്കെ ഈ പറഞ്ഞ പോലെ വെളുപ്പിക്കാൻ വേണ്ടി ഇത്രയും സമർത്ഥമായ പെയിന്റ് ആരും പൂശിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം വിജയം കണ്ടാൽ ഇനി കേരളം കാത്തിരിക്കുന്നത് ഇത്തരത്തിൽ ഇപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകൾ മുതൽ മതപരമായിട്ടുള്ള പോളറൈസേഷന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്ന ഒരു ലെവലിലേക്ക് കേരളം എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ ബി ജെ പിയെ പോലെ തന്നെ CPM-നെയും ശത്രുപക്ഷത്ത് കാണാനുള്ള ഒരു നരേറ്റീവ് ബിൽഡിംഗ് വളരെ സമർത്ഥമായി കേരളത്തിൽ കോൺഗ്രസും UDF-ഉം ഒക്കെ നടപ്പിലാക്കി എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കണം. ഹിന്ദുവിൽ ഒരു അഭിമുഖം വരുന്നു. ആ അഭിമുഖത്തിൽ സാധാരണ മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അതിനകത്ത് അച്ചടിച്ച് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ അച്ചടിച്ച് വന്നതിന് ശേഷം ഹിന്ദു എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ന്യൂസ് പേപ്പറുകളിൽ ഒന്ന് തന്നെ പിറ്റേ ദിവസം വന്ന് ക്ഷമാപണ നടത്തിക്കൊണ്ട് പറഞ്ഞു മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പകരം മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ആ കാര്യങ്ങൾ മറ്റൊരു ഏജൻസി, ഈ ഒരു PR ഏജൻസി ഞങ്ങൾക്ക് ഇതുകൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് എഴുതി തന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു പത്രം ഒരിക്കലും ചെയ്യരുതാത്ത രീതിയിലുള്ള വലിയ മിസ്റ്റേക്കാണ് ഹിന്ദുവിന് പറ്റിയത്. ഹിന്ദു അത് തുറന്നു പറഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചിട്ടും പിന്നീടും നിങ്ങൾ അറിയേണ്ടത് UDF-ഉം അതുപോലെ തന്നെ മറ്റ് നിരവധി പത്രമാധ്യമങ്ങളും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള പ്രചരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് തന്നെയാണ്. അതുപോലെയുള്ള പ്രചരണം നിരന്തരമായി ഇവർ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, മീഡിയ വണ്ണും മാധ്യമവും പോലെയുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു പ്രൊപ്പഗാൻഡയുടെ അജണ്ട ഏറ്റെടുക്കുകയും അവർ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായി CV ദാവൂദ് മാറുകയും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ശക്തിയായി ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളും മാറി എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഇമ്പോർട്ടൻസ് കേരള രാഷ്ട്രീയത്തിൽ വളരെ വളരെ വലുതായി എന്നുള്ളതാണ്. അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ അസംതൃപ്തരായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ചില ഈ പറഞ്ഞ പോലെ അതിന് കിടന്ന മോശപ്പെട്ട പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ അതിനെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ തള്ളിക്കളഞ്ഞിട്ടും CPM അതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല, മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ നരേറ്റീവ് പോലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, ഹിന്ദു ഞങ്ങളാണ് തെറ്റുപറ്റിയത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പിന്നെയും മുഖ്യമന്ത്രിയുടെ പേരിൽ ചാർത്തുന്നത് പോലെ യഥാർത്ഥത്തിൽ അതിൽ മുഖ്യമന്ത്രി വേണമെങ്കിൽ ഒരു കാര്യത്തിലൂടെ കുറ്റപ്പെടുത്താം. ഇവർക്കെതിരെ പരാതി കൊടുക്കാത്ത എന്താണ്, ഇവർക്കെതിരെ ശിക്ഷണ നടപടി കൊടുക്കാത്ത എന്താണെന്ന് ചോദിക്കാം. പക്ഷെ അതിനും അടിസ്ഥാനമില്ല. ഞാനാണ് മുഖ്യമന്ത്രിയെങ്കിലും ഞാൻ അവരെ ശിക്ഷിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർ തന്നെ ഒരു തെറ്റ് മനസ്സിലാക്കുകയും അവരത് തിരുത്തുകയും മാപ്പ് പറയുകയും ചെയ്താൽ പിന്നെ ശിക്ഷിക്കണമെന്ന് വിചാരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ഹിന്ദു അറിയപ്പെടുന്നത് വളരെ കൃത്യമായി അൺബയസ്ഡായി റിപ്പോർട്ടുകൾ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഏതാണ്ട് ഒരു പ്രോ ലെഫ്റ്റ് ഈ പറഞ്ഞ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ കൂടിയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു പത്രത്തെ ശിക്ഷിക്കാൻ വേണ്ടി ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവരെയും കൂടി അപ്പുറത്തേക്ക് തള്ളിവിടുക എന്നുള്ളൊരു കാര്യം രാഷ്ട്രീയമായി ചെയ്യാൻ കഴിയില്ല. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇത്തരത്തിലുള്ള നരേറ്റീവുകൾ വീണ്ടും വീണ്ടും അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരടിസ്ഥാനവുമില്ലാതെ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി എന്നുള്ളത് കൊണ്ട് മാത്രം എന്തോ വലിയ അപരാധമായി പോയി എന്നുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്തേക്ക് വളരെ കൃത്യമായി ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ, പോളറൈസേഷൻ്റെ സാധ്യതകൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇത്തവണ UDF തൻ്റെ കളം പിടിച്ചതും അജണ്ട സെറ്റ് ചെയ്തതും എന്നുള്ളത് മറന്നു പോകരുത്. ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഇനിയും ഇത്തരത്തിലുള്ള ഇലക്ഷനുകൾ വന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടാകും. BJP-യെ പോലെ തന്നെ കേരളത്തിലെ മൈനോറിറ്റികൾ CPM-നെയും കാണുന്നു, അവരും ഈ പറഞ്ഞ പോലെ ഒക്കെ ചങ്ങാതിമാരാണെന്ന് കാണുന്നു എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കാനിരിക്കുന്ന അപകടം എത്രത്തോളം വലുതാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. കേരളത്തിൽ BJP-യുടെ വളർച്ചയ്ക്ക് വലിയ സഹായകരമാകുന്ന നിലപാടായിരിക്കും അതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, 100 സീറ്റുകളുമായി കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാലും UDF അധികാരത്തിലേക്ക് വന്നാലും അവിടെ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വവും അതുപോലെ തന്നെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ പോലും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒക്കെ കടന്ന് വലിയ പരാക്രമങ്ങൾ കാണിക്കുകയും മുസ്ലിം ലീഗിൽ പോലും അതിനകത്ത് വലിയ ടേക്ക് ഉണ്ടാവുകയും മീഡിയ വണ്ണിൻ്റെയൊക്കെ തന്നെ മാധ്യമ പ്രവർത്തകർ മറ്റ് ആളുകളെയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ അപമാനിക്കുകയും അല്ലെങ്കിൽ എതിർ പ്രചരണം നടത്തുകയും ചെയ്യുന്ന പതിവുകൾ കൂടി കേരളം കാണേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത് വലിയ വിഭാഗീയതയുടെ, വലിയ പറഞ്ഞ പോലെ വർഗീയ പ്രചരണങ്ങളുടെ ഒരു ഈ പറഞ്ഞ പോലെ ചൂട് കാലമാണ് കേരളത്തിൽ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇനി വരാനിരിക്കുന്ന ഇലക്ഷൻ അതാണ് ഈ കേരളം നമുക്ക് നേടാനിരിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നം. അതല്ല, ഈ ശ്രമം പരാജയപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും ഇത്തരത്തിലുള്ള അറ്റംപ്റ്റുകൾ കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചാൽ
തീർച്ചയായിട്ടും കുറച്ചുകൂടി ഇതൊന്ന് എന്ത് ചെയ്യും, കുറച്ചുകൂടി സ്പാൻ കൂട്ടിക്കിട്ടും ഇതിനുള്ള പ്രചരണത്തിന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റിന് കുറേ കൂടി സമയം കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, UDFും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായത്തോടു കൂടി UDFും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഈ പറഞ്ഞ ആശീർവാദങ്ങളോട് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വന്നാൽ വരാനിരിക്കുന്ന കാലത്തെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഇത്തരത്തിൽ മതപരമായ പോളറൈസേഷനുകളുടെ പേരിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് തൊട്ടപ്പുറത്ത് ഒരു ഭൂരിപക്ഷ കൺസോളിഡേഷൻ കൂടി സാധ്യതകൾ ഒന്നുകൂടി കൂട്ടും എന്നുള്ളത് മറന്നു പോകരുത്. അങ്ങനെ കൂട്ടിയാൽ അതിൻ്റെ അൾട്ടിമേറ്റ്ലി ഗുണം കിട്ടാൻ പോകുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിലാണ്, BJPയുടെ അജണ്ടകൾക്കാണ് അതിവിടെ കൂടുതൽ കരുത്ത് പ്രാപിക്കുക എന്നുള്ളതാണ് കാണാനിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അങ്ങേയറ്റം അപകടകരമായ സ്ഥിതിയാണ് UDFന് വലിയ വിജയം കിട്ടിയാൽ.